അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനാണ് എന്ന് അറിയിക്കാത്ത ഒരു വസ്തു ഈ ലോകത്തില്ല. അതിപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പിന്നെ വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും, അവയുടെ തസ്ബീഹ് നിങ്ങൾക്ക് അറിയുന്നില്ല എന്നേ ഉള്ളൂ. അപ്പം നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ല. അപ്പം കേവലമുള്ള അതിൻ്റെ ഇപ്പോൾ ഹിമാലയ പർവ്വതം കണ്ടാൽ നമുക്ക് അള്ളാഹിനെ ഓർമ്മ വരും. ഒരു മുഅ്മിന് അത് എല്ലാവർക്കും അറിയും. ഇത്രയും വലുത് അള്ളാഹ്ക്കല്ലാതെ നടക്കാൻ കഴിയില്ല. സമുദ്രം കണ്ടാൽ അന്തള്ളവന് അള്ളാഹിനെ ഓർമ്മ വരും. ഇത് അള്ളാഹ്ക്കല്ലാതെ ഈ രൂപത്തിൽ സംവിധാനിക്കാൻ കഴിയില്ല. തദുല്ലു അലാ അന്നഹു ഖാദിറു, തദുല്ലു അലാ അന്നഹു ഖവിയ്യുൻ. അള്ളാഹു ശക്തനാണ്. തദുല്ലു അലാ അന്നഹു ഖാലിഖുൻ, അള്ളാഹു സൃഷ്ടിക്കുന്നവനാണ്, അള്ളാഹ് കഴിവുള്ളവനാണ്, ശക്തനാണെന്ന് അറിയിക്കാത്തൊരു ബഹറും ലോകത്തില്ല. പിന്നെ വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹും എന്തിനാ പറയുന്നത്? നിങ്ങൾക്കത് മനസ്സിലാവണില്ല എന്നേ ഉള്ളൂ. അപ്പൊ ഹാല് അറിയിക്കലല്ല, മഖാൽ തന്നെയാണ്. പിന്നെ എല്ലാം കൂടി തസ്ബീഹ് എല്ലാം നമുക്കത് മനസ്സിലാവില്ല, തിരിഞ്ഞിട്ടില്ല. മനുഷ്യൻ പൊതുവെ ഒരു നിഷേധ സ്വഭാവമാണ്, ഇന്ന് പ്രത്യേകിച്ചും. അപ്പോൾ പിന്നെ നമ്മൾ അവരോട് പറയുമ്പോഴുള്ള പ്രശ്നം എന്താണ്? അവർ കൂടുതൽ നാശാകാൻ അത് കാരണമാവും. മനുഷ്യന്മാർ നാശാവും. എന്താ നാശാകുക? അവർ നിഷേധിക്കും. അന്നാസു അദാവുമാ ജഹിലു, മനുഷ്യൻ അവൻ അറിവില്ലാത്തതിന് ശത്രുവാണ്. ഏറ്റവും ചുരുങ്ങി അങ്ങനെ ഉണ്ടായേക്കാം എന്നെങ്കിലും പറയണം. പക്ഷെ അതും ഇന്നത്തെ കാലത്ത് മനുഷ്യന്മാർ പറയില്ല. എന്നാൽ അങ്ങനെയൊക്കെ ഉണ്ടായേക്കാം എന്നെങ്കിലും പറയും, പക്ഷെ അതും പറയില്ല. തനിക്ക് കിട്ടിയ അറിവാണ് ഏറ്റവും അവസാനത്തെ അറിവ് എന്ന് ഇന്ന് മനുഷ്യൻ വിചാരിക്കുന്നു. അത് വലിയ തെറ്റാണ്. ഞാൻ ഈ വിഷയത്തിൽ പഠിക്കാനുള്ള ഒരു ഗൗരവമായ കാരണം എന്തെന്നാൽ, ബഹുമാനപ്പെട്ട പരിശുദ്ധമായ സൂറത്തുൽ ഇസ്രായിലെ 44-ാമത്തെ ആയത്താണ് എന്നെ ചിന്തിപ്പിച്ചത്. തുസബ്ബിഹു ലഹു സമാവാതു സബ്ഉ, 7 ആകാശങ്ങളും അള്ളാഹുവിൻ്റെ തസ്ബീഹിലാണ്. വൽ അർളു, ഭൂമിയും. വഇൻ മിൻ ഷൈഇൻ വമൻ ഫീഹിന്ന, അവയിലുള്ള സകലരും. വഇൻ മിൻ ഷൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദി, അള്ളാഹുവിൻ്റെ ഹംദ് തസ്ബീഹിലല്ലാത്ത ഒന്നുമില്ല. എല്ലാം അള്ളാഹുവിൻ്റെ ഹംദ് തസ്ബീഹിലാണ്. പിന്നെ ഹംദ് തസ്ബീഹിൽ അല്ലാത്തവരുണ്ട്, മഗ്റൂറിയങ്ങളായ 2 വർഗം, വഞ്ചിതർ. ഒന്ന് ബനു ആദം, ഒന്ന് ബനുൽ ജാൻ. ജിന്നുകൾ, ഇൻസുകൾ, ഇവർ വഞ്ചിതരാണ്. അല്ലാത്തതൊന്നും വഞ്ചിതരല്ല. അവർക്കൊരു ബോധമുണ്ട്. ഞാൻ അവർക്ക് ബോധമില്ല എന്ന് വിചാരിക്കണ്ട. ഈ ലോകത്ത് ബോധമില്ലാത്ത ഒരു സാധനമില്ല. ബോധമില്ലാത്ത ഒരു സാധനം ഈ ലോകത്തില്ല. എല്ലാത്തിനും ബോധമില്ലാത്ത 2 വർഗ്ഗേ ഉള്ളൂ, മനുഷ്യരും ജിന്നും. അവർക്ക് ബോധമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഒരു ബോധത്തിൽ പഠിച്ചു. എല്ലാത്തിനും ബോധമുണ്ട്. എന്തിനെന്ന് ചോദിക്കണം, എന്തിനും ഒരു ബോധമുണ്ട്. എന്തിന് ബോധമില്ലാത്ത എന്താ ഉള്ളത്? ഞാൻ ആയതിൻ്റെ വിശദീകരണത്തിലേക്ക് വരുന്ന മുമ്പ് ഞങ്ങൾക്ക് കല്ലിനെ പറ്റി പറഞ്ഞുതരാം. ഇതൊക്കെ എന്നെ വളരെ വളരെ ചിന്തിപ്പിച്ച ആയത്തുകളാണ്. സുമ്മ ഖസത ഖുലൂബുക്കും മിൻ ബഅദി ദാലിക ഫഹിയ കൽ ഹിജാറ, നിങ്ങളുടെ ഹൃദയം കല്ല് പോലെയായി. വഇന്ന മിൻഹാ ലമാ യതഫജ്ജറു മിൻഹുൽ അൻഹാർ, നിങ്ങളുടെ ഹൃദയം കല്ല് പോലെയായി. നിങ്ങളുടെ ഹൃദയം കടുത്തു, നിങ്ങളുടെ ഹൃദയം കല്ല് പോലെയായി. ثم قسد قلوبكم من بعد ذلك فهي كالحجارة أو أشد قسوة, അല്ല നിങ്ങളുടെ ഹൃദയം കല്ലിനേക്കാൾ കഠിനമായി. കല്ലിനേക്കാളും കഠിനമായ ഹൃദയമാണ് നിങ്ങളുടെ ഹൃദയം. മുഅ്ജമുൽ ഖുർആൻ്റെ കട്ടിയുള്ള കിതാബ് സെറ്റിയിലുണ്ട്, ഇവിടെ സോഫയിലുണ്ട്. മുഅ്ജമുൽ ഖുർആൻ എടുത്തോണ്ട്. നിങ്ങളുടെ ഹൃദയം കല്ല് പോലെയായി, നിങ്ങളുടെ ഹൃദയം കട്ടിയായി. കല്ല് തന്നെ, നിങ്ങളുടെ ഹൃദയം കല്ല് പോലെയായി. ഫഹിയക്കൽ ഹിജാറ, നിങ്ങളുടെ ഹൃദയം കല്ല് പോലെയായി. ഔ അശദ്ദു ഖസ്വ, അല്ല കല്ലിനേക്കാളും കഠിനമായി നിങ്ങളുടെ ഹൃദയം.
വഇന്ന മിനൽ ഹിജാറത്തി ലമാ യതഫജ്ജറു മിൻഹുൽ അൻഹാർ. കല്ലുകളിൽ ചില കല്ലുകളുണ്ട്, ആ കല്ലുകൾ യതഫജ്ജറു മിൻഹുൽ അൻഹാർ, അതിൽ നിന്ന് പുഴകൾ ഉത്ഭവിക്കും. അതിൽ നിന്ന് പുഴകൾ ഉത്ഭവിക്കും. ആ കല്ലുകളിൽ നിന്ന് പുഴകൾ ഉത്ഭവിക്കും. വേഗം ഖശിയത്തില്ല. ചില കല്ലുകളുണ്ട്, ആ കല്ലുകളിൽ നിന്ന് പുഴകൾ ഉത്ഭവിക്കും. ഖശിയത്ത്, പുഴകളിൽ നിന്ന് ചില കല്ലുകളിൽ നിന്ന് പുഴകൾ ഉത്ഭവിക്കും. ഖശിയത്ത്. ഭയങ്കര പഠിച്ചു നോക്കിയ അത്ഭുതപ്പെടും. അതെ, അൽ-ബഖറ 74-ാമത്തെ സുമ്മ ഖസത്ത് ഖുലൂബുക്കും മിൻ ബഅദി ദാലിക ഫഹിയ കൽ ഹിജാറ. ഇസ്രായേലി ജനതകളുടെ ഹൃദയം കല്ല് പോലെയായി. ഔ അശദ്ദു ഖസ്വ, അല്ല കല്ലിനേക്കാൾ കഠിനമായി. വഇന്ന മിനൽ ഹിജാറത്തി, കല്ലുകളിലുണ്ട് ലമാ യതഫജ്ജറു മിൻഹുൽ അൻഹാർ, അതിൽ നിന്ന് പുഴകൾ ഉത്ഭവിക്കും. വഇന്ന മിൻഹാ ലമാ യശഖഖു ഫയഖ്റുജു മിൻഹുൽ മാ, അത് പൊട്ടിയിട്ട് കല്ലായി വെള്ളമായി നിന്ന് ഇറങ്ങി വരും. വഇന്ന മിൻഹാ ലമാ യഹ്ബിതു മിൻ ഖശിയത്തില്ല, പടച്ചോനെ പേടിച്ചിട്ട് മുകളിൽ താഴേക്ക് വീഴും. മിൻ ഖശിയത്തില്ല, ലമാ യഹ്ബിതു, അത് താഴേക്ക് വീഴും. മിൻ ഖശിയത്തില്ല, അള്ളാഹിനെ പേടിച്ചിട്ട്. ആര് വീഴും? കല്ല് വീഴും. കല്ല് മിൻ ഖശിയത്തില്ല, അള്ളാഹിനെ പേടിച്ചിട്ട്. ഇത് കുട്ടിക്കാലം മുതലേ എന്നെ ചിന്തിപ്പിച്ചൊരായതാണ്. അള്ളാഹിനെ പേടിച്ചിട്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആലാനെ പേടിച്ചിട്ട് കല്ല് താഴ്ത്തി വീഴും. ഇതിപ്പോൾ ഖുർആൻ പറയാണ്, നിഷേധിക്കാൻ പറ്റൂലല്ലോ. അപ്പം ഇതിന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഒന്ന്, സദാ ഒരു ജീവൻ കല്ലിനുണ്ടാകണം. കാരണം പേടി ഉണ്ടാകണമെങ്കിൽ ആദ്യം എന്തുണ്ടാകണം? ജീവനുണ്ട്. അല്ലെങ്കിൽ ചില സന്ദർഭങ്ങളിൽ പടച്ചോൻ അതിന് ജീവൻ കൊടുക്കുന്നുണ്ടെന്ന് വരണം. ഏറ്റവും ചുരുങ്ങിയത്. അതായത് അത് മിൻ ഖശിയത്തില്ല. അതെന്തിനാ താഴത്തേക്ക് വീണത്? മിൻ ഖശിയത്തില്ല, അള്ളാഹിനെ പിടിച്ച് കല്ല് താഴത്തേക്ക് വീഴും. ഞാൻ തഫ്സീർ വേറെ സ്ഥലത്ത് കാണിച്ചു തരാം. അള്ളാഹിനെ പേടിച്ചിട്ട് കല്ല് താഴത്തേക്ക് വീഴും. 74 അൽ-ബഖറ. 74 അൽ-ബഖറ. അപ്പം രണ്ട് നിലയ്ക്ക് ആയത്ത് വ്യാഖ്യാനിക്കാൻ കഴിയുള്ളൂ. അത് പഠിക്കുമ്പോൾ നമുക്ക് രണ്ടാലും ഒരു അവസ്ഥയിലേക്ക് നമ്മളെത്തും. ഒന്ന്, കല്ലിന് സദാ നേരവും ഒരു ജീവനുണ്ട്. അതൊരു ഭാഗം അല്ല. ചില സന്ദർഭങ്ങളിൽ, ആ സന്ദർഭങ്ങൾ അള്ളാഹുവിനറിയും. ആ സന്ദർഭങ്ങളിൽ അള്ളാഹു കല്ലുകൾക്ക് ജീവൻ കൊടുക്കുന്നുണ്ട്. വിവരം കൊടുക്കുന്നുണ്ട്. മനസ്സിലായില്ല? ജീവൻ ഉണ്ടായതുകൊണ്ട് മാത്രം പേടി ഉണ്ടാവില്ലല്ലോ. പേടി ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? വിവരം വേണ്ടേ? മനസ്സിലായില്ല? ജീവൻ ഉണ്ടായതുകൊണ്ട് പേടി ഉണ്ടാവില്ലല്ലോ. നമുക്കിപ്പോൾ ജീവൻ ഉണ്ടല്ലോ, പേടിയില്ലല്ലോ. നമ്മളല്ലേ ജീവനുള്ളവര്, പക്ഷെ പേടിയില്ല. പേടി ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? ജീവൻ ഉണ്ടായാലും പോരാ, ബോധം എന്ന വിവരം വേണം. വിവരവും പോരാ, ബോധം എന്ന വിവരം വേണം. അപ്പോഴല്ലേ പേടി ഉണ്ടാവുള്ളൂ. അപ്പം നമ്മളൊരു കല്ലിനെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? അല്ലാഹു അഅലം. ഇപ്പം നമ്മൾ ഒരു കല്ലിലേക്ക് നോക്കുമ്പോൾ അത് അള്ളാഹു അതിന് ജീവനും വിവരവും കൊടുത്ത നേരാണോ അല്ലേ നമുക്കറിയില്ല. അതുകൊണ്ട് മിണ്ടാതാക്കലല്ല. എന്ത് ചെയ്യുകയാണെങ്കിലും അതിനോടൊന്ന് സംസാരിക്കുന്ന ആളുകളെ എൻ്റെ കുട്ടിക്കാലത്ത് കണ്ടിട്ടുണ്ട്. ഉദാഹരണം പറയാം.
വിളഞ്ഞ നെല്ല് കൊയ്യുന്ന നേരത്ത് പറയുക വല്ലിപ്പ, പിന്നെ കൊയ്യാനായതുകൊണ്ടാണ് കേട്ടോ എന്നാരോട് പറയാ? നെല്ലിനോട് പറയാ. അറക്കാൻ നേരത്ത് ജീവിയോട് പറയാ, കോഴിയോട് പറയാ, നമ്മുടെ വിരുന്നേര് വന്നതുകൊണ്ടാണ് കേട്ടോ, ഉദയത്തായതുകൊണ്ടാണ് കേട്ടോ, ഒരു അത്യാവശ്യം ആയതുകൊണ്ടാണ് കേട്ടോ. മനസ്സിലാണ്ട് പറഞ്ഞത്? ചിന്തിക്ക്. പാല് കറന്നാൽ കറക്കാൻ ചെന്നാൽ ചവിട്ടണ ഒരു പശുവിൻ്റെ അടുത്തേക്ക് നട്ടപ്പാതിരൊക്കെ കണ്ണിയത്തിന് ഒരു പരിപാടി കഴിഞ്ഞ് കണ്ണിയത്തിൽ വന്നപ്പോൾ കണ്ണിയത്തിനെ കൊണ്ടുവന്ന് വെച്ച വീട്ടിൽ ആക്കിയപ്പോൾ കണ്ണിയത്തിനോട് ഉറങ്ങാൻ നേരത്തെ എന്താ വേണ്ടത് വെച്ചാൽ ചായ ഉണ്ടെങ്കിൽ കൊണ്ടുവന്നു പറഞ്ഞു. മെയ്ദിനാജ് സംഭവം ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുറെ പണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മെയ്ദിനാജ് എന്നെ പെണ്ണുങ്ങളോട് പോയി പറഞ്ഞു, ചായ ഉണ്ടാക്കി ഉസ്താദിന് ചായ വേണം. ഇവിടെ പാലില്ല, ഞാൻ ഉണ്ടാക്കൂല, പാലില്ലാത്ത ചായ ഞാൻ കൊടുക്കൂല, ഉണ്ടാക്ക്, പാലിന് ഞാൻ ഉണ്ടാക്കൂല. അവസാനം നട്ടപ്പാതിരക്ക് ചെന്ന് പശുവിൻ്റെ അടുത്ത് ചെന്നിട്ട് മെയ്ദിനാജ് എന്ത് പറഞ്ഞു? പിന്നെ എന്നെ പിടിക്കാനൊന്നും ഇവിടെ ആളില്ല, അവിടെ കണ്ണിയ പാലില്ലാതെ ജമ്മത്തിൽ ഓള് ചായ ഉണ്ടാക്കൂല. അതുകൊണ്ട് ഇവിടെ പിടിക്കാൻ നട്ടപ്പാതിര നേരത്തെ എന്നെ പിടിക്കാൻ ആളില്ല, കുറച്ച് പാല് തന്നിട്ട് പറഞ്ഞു. പശുവിൻ്റെ അടുത്ത് ഇത് പറഞ്ഞപ്പോൾ പശു കാല് വിടർത്തി നിന്നെടുത്തു. മൂപ്പര് എന്ത് ചെയ്തു? മൂപ്പര് ഫുള്ള് പാത്രം നിറച്ച് പാലും പറന്ന് പോന്നു ചെയ്തു. ഇത് മെയ്ദിനാജ് എന്നോട് പറഞ്ഞ നേരിട്ട് പറഞ്ഞു, 20 കൊല്ലം മുമ്പ് നേരിട്ട് പറഞ്ഞു. നേരിട്ട് അവരെ വീട്ടിൽ നിന്ന് തന്നെ പറഞ്ഞു. ആ വീട്ടിലേക്ക് എന്നെ വിരുന്നിനുണ്ടേ, എന്നിട്ട് ആ വീട്ടിൽ വിരുന്ന് താമസിക്കുമ്പോൾ എന്നോട് പറഞ്ഞു, ഈ വീട്ടിൽ ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇത് നമ്മൾ മിണ്ടാപ്രാണി എന്ന് പറയും. നമ്മളും മിണ്ടണില്ല, അതുകൊണ്ട് നമ്മളോടോ മിണ്ടുന്നില്ല. അത് മിണ്ടാപ്രാണിയല്ല. മിണ്ടാപ്രാണി പറഞ്ഞ സാധനം എന്ന ലോകത്തില്ല. മിണ്ടാപ്രാണി എന്ന് പറയുന്ന ഒരു സാധനം ഈ ലോകത്തിലെ കല്ല് എന്ന് പറഞ്ഞാൽ ജമാദാത്തിൽ അശുദ്ധ ജമാദാത്തിൽപ്പെട്ടതാണല്ലോ. എന്ത് കല്ല്? ഇനി കല്ലിൻ്റെ അപ്പുറം വന്ന് നമ്മളൊരാൾ മിണ്ടാവത്തിരിക്കുകയാണെങ്കിൽ അവനെ പറ്റി എന്തോ കല്ല് വരെ കുതിരിക്കണം. അമ്പിയാക്കളെ പേര് പറഞ്ഞിട്ട് ഒരു സലാത്ത് വരെ സഹാബികളെ പേര് പറഞ്ഞ് റളിയല്ലാഹു അൻഹു ഒരു അമ്പിയാക്കളെ പേര് സലാത്തോ സലാമോ ചെല്ലാതിരിക്കുകയാണെങ്കിൽ നിങ്ങളോടൊക്കെ വയറിനേക്കാൾ കല്ലിനോട് പറയാനില്ലേ? അപ്പോൾ അവിടെ മിണ്ടാതിരിക്കണവനോട് കല്ലിനെ ഉപയോഗിക്കും. പക്ഷെ കല്ലിനും വർത്താനുണ്ട്. എന്തുകൊണ്ട്? അതിന് ഖശിയത്തുണ്ടെങ്കിൽ അതിനെ അള്ളാന്ന് പറയുമല്ലോ, ഇൽമുണ്ടല്ലോ, ബോധമുണ്ടല്ലോ, നമുക്കല്ലില്ലാത്ത. ഇത് അൽ ബഖറ 74-ാമത്തെ ആയതാണ്. ഇവിടെ പഠിക്കണം. പഠിക്കലാണ്. ഇതിപ്പോൾ നമ്മൾ ഒരു ബയോളജി ക്ലാസ്സിലോ മറ്റോ ഒരു കെമിസ്ട്രി ക്ലാസ്സിലോ പഠിച്ചിട്ട് കാര്യവും ഇല്ല. അവർക്ക് ഇതിനെപ്പറ്റി അറിയില്ല. ഇത് അഹ്ലുൽ കശ്ഫിൽ നിന്ന് പഠിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ഇൽഹാം കശ്ഫ് ലഭിക്കുന്ന ആളുകൾക്ക് ഇത് പറയാൻ കഴിയും. അവർക്ക് തന്നെ പറയാൻ കഴിയുള്ളൂ. അവരാണ് എൻ്റെ ആളുകൾ. അമ്പിയാക്കൾക്ക് പറയാൻ കഴിയും, അമ്പിയാക്കൾക്ക് പറയാൻ കഴിയും. അമ്പിയാക്കളൊക്കെ പറഞ്ഞവരാണ്. അപ്പം മിണ്ടാപ്രാണി തോട്ടത്തിൽ നിന്ന് ഒട്ടകം ഓടി വന്നപ്പോൾ ഹബീബ നബി എന്ത് പറഞ്ഞു? തിഷ്കിനി, ഇതിനോട് ശിക്കായത്ത് പറയാണ്. മൻ സാഹിബു, ആരതിൻ്റെ ഉടമക്കാരൻ? വല്ലാതെ വല്ലാതെ ഇതിനെ പണിയെടുപ്പിക്കണ്ടെന്ന് അപ്പം എന്നോട് പറയുന്നത്. മുസ്തഫ നബി പറയല്ലേ, അസ്ദഖുൽ ബഷറായ ഹബീബ റസൂൽ, ലോകം കണ്ട ഏറ്റവും വലിയ സത്യസന്ധം പറയല്ലേ. ഇത് കളവോ കവറോല്ലേ? അപ്പം ഇതിനൊരു അർത്ഥം ഉണ്ടല്ലോ. എന്താ അർത്ഥം? മിണ്ടാൻ കഴിയും ഒട്ടകത്തിന്. അതിന് പറ്റുവരെ കണ്ടാലേ അത് മിണ്ടുള്ളൂ. എന്നെ പോലത്തെ ഒരു ഉണ്ടില്ല. ബാക്കി ഇതാ പടച്ചവനോടും ഉണ്ട്. പറ്റാളെ കിട്ടിയാലും മനുഷ്യനോടും ഉണ്ട്. മനസ്സിലായില്ല? ഇത് ഓടി വന്നിട്ട് ഹബീബായ നബിയോട് പറയാൻ കാരണം എന്താണ്? ഹബീബായ റസൂലുള്ളാഹിക്ക് ഇതിന് പരിഹാരം ഉണ്ടാക്കി തരാൻ കഴിയുമെന്ന് ആ ജീവിക്കറിയാം. ആ ജീവിക്ക് നമ്മളെക്കാൾ ബോധമുണ്ട്. നബിയെ കണ്ടപ്പോൾ ഓടി വന്നു. അപ്പോൾ ഒരു അവസരം അതിൻ്റെ പരിസരത്തൂടെ റസൂലുള്ള വന്നപ്പോൾ ഇതിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ കഴിയും
ഇന്ന് മുതൽ ഇത് നബിയോട് പറഞ്ഞാൽ ഇന്ന് മുതൽ ഇതിൻ്റെ തൊഴിൽ കുറച്ച് കമ്മിയായി കിട്ടും, ഈ പരിധി വിട്ടുള്ള കഷ്ടപ്പെടൽ ഇന്ന് മുതൽ അവസാനിപ്പിക്കാൻ ഈ മനുഷ്യന് കഴിയും എന്ന ബോധം കൂടി ഇല്ലേ? അന്ന് പലരും അതിലെ വഴി നടന്നിട്ടുണ്ടായിട്ടും ഈ ഒട്ടകം ചെന്നിട്ടുണ്ടാവില്ലല്ലോ. അപ്പോൾ ഈ ഒട്ടകത്തിന് നമ്മളൊക്കെ വിവരമുണ്ട്. എന്ത് ഇത് ഈ മനുഷ്യനോട് പറയാൻ പറ്റും, ഈ മനുഷ്യനെ പരിഹരിക്കുകയും ചെയ്യും. ഉടനെ ആളെ വിളിച്ചിരുത്തി ആളോട് പറഞ്ഞു, ജീനെ ബുദ്ധിമുട്ടിക്കുന്നത് എന്നോട് പറഞ്ഞു. അങ്ങനെ ഇക്കാലം വരെ പൂറ്റി വളർത്തിയ ഒരു ഒട്ടക്കാണ് ജീനെ ബുദ്ധിമുട്ടിക്കരുത്. അങ്ങനെ എനിക്കൊണ്ട് എന്തൊക്കെ യൗവന കാലത്ത് ഇത് കഷ്ടപ്പെട്ടു, ഇപ്പം ഇനി യൗവനം കുറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഈ വലിയ പൂട്ടൊന്നും അതിനെ കൊണ്ട് പൂട്ടരുത്, പരിധി വിട്ട് അതിനെ രാവും പകലും വെള്ളം മൽപ്പിക്കരുത്, ഇതിനെ ശ്രദ്ധിക്കണം, ഒരു പരിധിക്കപ്പുറം തൊഴിലതിന് കൊടുക്കരുത്. ഇത് ഈ ഒട്ടകത്തിന് ഉടമസ്ഥനോട് ആര് പറഞ്ഞു? അഭിമാർസു. മിണ്ടാൻ പ്രാണി എന്ന് പറഞ്ഞൊരു സാധനമല്ല. സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറയാത്ത ഒരു സാധനവും ലോകത്തില്ല. വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹു. ഇതാണ് എന്നെ ചിന്തിപ്പിച്ച വാക്ക്. നമ്മൾ സാധാരണ പറയും അതിൻ്റെ നിൽപ്പ് അള്ളാഹുവിലേക്കുള്ള ഒരു അറിയിപ്പായതുകൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞത്. അല്ല, വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹും, അവയുടെ തസ്ബീഹ് നിങ്ങൾക്ക് അറിയുന്നില്ല എന്നേ ഉള്ളൂ. ഒരു വസ്തു അള്ളാഹുവിൻ്റെ ഖുദ്റത്തിൻ്റെ മേൽ അറിയിക്കുക എന്നാണ് ഈ ആയത്തിൻ്റെ അർത്ഥമെങ്കിൽ, ആ വസ്തു അള്ളാഹുവിൻ്റെ ഖുദ്റത്തിൻ്റെ മേൽ അറിയിക്കാത്തൊരു വസ്തു ഇല്ലല്ലോ ലോകത്ത്, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഈ ലോകത്തെ ഏത് വസ്തുവും അള്ളാഹുവിൻ്റെ മേൽ അറിയിക്കും എന്നത് ഉറപ്പാണ്. അള്ളാഹുവിൻ്റെ മേൽ അറിയിക്കുന്ന വസ്തുവാണല്ലോ. അത് എല്ലാം മുഅ്മിനായ മനുഷ്യനറിയും. ഇതെല്ലാം എല്ലാം 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 ഫീ കുല്ലി ഷൈഇൻ ലഹു ആയത്തുൻ, ഫീ കുല്ലി ഷൈഇൻ ലഹു ആയത്തുൻ. എല്ലാ വസ്തുവിനും അള്ളാഹുവിലേക്കുള്ള ഒരു അടയാളം ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനാണ് എന്ന് അറിയിക്കാത്ത ഒരു വസ്തു ഈ ലോകത്തില്ല. അതിപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പിന്നെ വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും, അവയുടെ തസ്ബീഹ് നിങ്ങൾക്ക് അറിയുന്നില്ല എന്നേ ഉള്ളൂ. അപ്പം നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ല. അപ്പം കേവലമുള്ള അതിൻ്റെ ഹിമാലയ പർവ്വതം കണ്ടാൽ നമുക്ക് അള്ളാഹിനെ ഓർമ്മ വരും. ഒരു മുഅ്മിന് അതാ എല്ലാവർക്കും അറിയും. ഇത്രയും വലുത് അള്ളാഹ്ക്കല്ലാതെ നടക്കാൻ കഴിയില്ല. സമുദ്രം കണ്ടാൽ അണ്ടലോനെ അള്ളാഹിനെ ഓർമ്മ വരും. ഇത് അള്ളാഹ്ക്കല്ലാതെ ഈ രൂപത്തിൽ സംവിധാനിക്കാൻ കഴിയില്ല. തദുല്ലു അലാ അന്നഹു ഖാദിറു, തദുല്ലു അലാ അന്നഹു ഖവിയ്യുൻ. അള്ളാഹു ശക്തനാണ്. തദുല്ലു അലാ അന്നഹു ഖാലിഖുൻ, അള്ളാഹു സൃഷ്ടിക്കുന്നവനാണ്, അള്ളാഹ് കഴിവുള്ളവനാണ്, ശക്തനാണെന്ന് അറിയിക്കാത്തൊരു ബഹറും ലോകത്തില്ല. പിന്നെ വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹ് എന്ന് എന്തിനാണ് പറയുന്നത്? നിങ്ങൾക്കത് മനസ്സിലാവണില്ല എന്നേ ഉള്ളൂ. അപ്പം ഹാല് അറിയിക്കലല്ല, മഖാൽ തന്നെയാണ്. പിന്നെ എല്ലാം കൂടി തസ്ബീഹ് അല്ലുമ്പോൾ നമുക്കത് മനസ്സിലാവില്ല, തിരിഞ്ഞിട്ടില്ല. ഇപ്പം ഞാൻ പറയട്ടെ, നിങ്ങൾ ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഇവിടുത്തെ 2 ഫാനും വർക്ക് ചെയ്യാൻ സങ്കല്പിക്കുക. അപ്പം നിങ്ങളുടെ ഇവരെ പരിചയപ്പെട്ട പ്രകൃതിയുടെ സ്വരം അതാണ്. ഇവിടെ ഫാൻ വർക്ക് ചെയ്യണത് നിങ്ങൾ അറിയില്ല, മനസ്സിലായില്ല. നിങ്ങൾ ഈ റൂമിലേക്ക് കയറി വന്നപ്പോൾ ഇവിടുത്തെ 2 ഫാനും വർക്ക് ചെയ്തൊരു പ്രത്യേക ശബ്ദമുണ്ട് എങ്കിൽ നിങ്ങളിവിടെ കയറി വന്ന സാഹചര്യം അതായതുകൊണ്ട് ആ ശബ്ദം നിങ്ങൾ കേൾക്കൂല. പിന്നെ ആ ശബ്ദത്തെ നിങ്ങൾ അറിയാം, കരണ്ട് പോകുമ്പോഴാണ്. ആണോ അല്ലേ? കരണ്ടിന് പോകുമ്പോൾ നിങ്ങൾ ആ ഒച്ചന് മനസ്സിലാക്കും, അതുവരെ ആ ഒച്ചകൾ മനസ്സിലാക്കൂല. ഇപ്പം നമ്മളും വളരെ ക്വയറ്റാണ്, വളരെ ശാന്താണ്. ഇപ്പം നിങ്ങളിവിടെ പറ്റി പറഞ്ഞല്ലോ, ഇത് ശാന്തല്ല, ഇതിനും അപ്പുറത്തുണ്ട് ഒരു ശാന്തത. ഇത് നിങ്ങൾ പരിചയപ്പെട്ടൊരു ലോകമായതുകൊണ്ടാണ്. തിരിഞ്ഞില്ല. എല്ലാ വസ്തുവും സുബ്ഹാനല്ലാഹ് 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 എന്ന് പറയുന്ന ശബ്ദത്തിനെയും പരിധി വിട്ടിട്ട് കേൾക്കാനും കേൾപ്പിക്കാനുമുള്ള ഒരു സ്വരത്തിലേക്ക് അള്ളാഹു തആല നമ്മളെ ചെവിയെ അങ്ങനെ തന്നെ അവിടെ സിസ്റ്റം ക്ലിയർ ആക്കി വെച്ചിട്ട് നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ ഈ ഭൂമിയിലെ സകല വസ്തുക്കളും 1 സെക്കൻഡ് തസ്ബീഹ് നിർത്തിയാലേ നമ്മൾ അറിയുള്ളൂ. എന്ത് അതൊക്കെ തസ്ബീഹ് അല്ലിരുന്നല്ലോ, മറ്റേ നമ്മൾ അതിൻ്റെ അറ്റ്മോസ്ഫിയർ അങ്ങനെയാണ്. വലാകിൻ ലാ തസ്ബീഹു ലാ തഫ്ഖഹൂന തസ്ബീഹു, അവയുടെ തസ്ബീഹ് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നേ ഉള്ളൂ. മനസ്സിലാകാതിരിക്കൽ എന്തുകൊണ്ടായിരിക്കാം? മനസ്സിലാകാതിരിക്കൽ പല ബിഖ്തിലാഫി ലുഗത്തിക്കും വലുഗത്തിഹിന്ന,
വാന്തും ലാ തസ്മഊന വാന്തും ലാ തഫ്ഖഹൂന ലുഗാതിഹിം, അങ്ങനെയും വരും. തിരിഞ്ഞിട്ടില്ല. രണ്ടവസ്ഥ വരും. ഒന്ന്, നിങ്ങളത് കേൾക്കണില്ല. എന്തുകൊണ്ട്? അതിൻ്റെ അപ്പുറത്താണ് നിങ്ങളെ കേൾവി സെറ്റ് ചെയ്ത് വെച്ച്. അപ്പൊ നിങ്ങൾ കേൾക്കൂല. ഇപ്പൊ ഭൂമിക്ക് സ്വയമേവ ഒരു ശബ്ദമുണ്ടെന്നാണ് ശാസ്ത്രം പറയുന്നത്. ആ ശബ്ദം നമ്മൾ കേൾക്കണില്ലല്ലോ. എന്തുകൊണ്ട്? ഭൂമിക്ക് സ്വയമേവ ഒരു വകുല്ലും ഫി ഫലക്കി യസ്ബഹൂൻ, എല്ലാം അതിൻ്റെ അച്ചുതണ്ടിൽ നീന്തുന്നുണ്ട്. അപ്പൊ കറങ്ങുന്നുണ്ട്. അപ്പൊ കറക്കത്തിന് എന്തുണ്ട്? കറക്കുന്ന ശബ്ദം ഉണ്ടാവുമല്ലോ. കറങ്ങുമ്പോൾ ഒരു ശബ്ദം ഉണ്ടാവും. വിമാനത്തിനുള്ളിലുള്ളവൻ വിമാനത്തിന്റെ ശബ്ദം കേൾക്കൂല. വിമാനത്തിന് പുറത്ത് താഴെ, വിമാനം 2-3 കിലോമീറ്റർ മുകളിലാണ് പറക്കുന്നുണ്ടെങ്കിലും താഴെയുള്ള ആളുകൾ ഭയങ്കര ഒച്ചേക്കും. വിമാനത്തിനുള്ളിലോ കേൾക്കൂല. ഭൂമിനുള്ളിൽ അമ്ര ഒച്ചേക്കൂല. നിങ്ങളിന്റെ കൂടെ മനസ്സിലായി പറഞ്ഞത്. അപ്പൊ ഇവിടെ നമ്മളെ ചെവി അതിനനുസരിച്ച് സെറ്റ് ചെയ്ത് വെച്ചതാണ്. നമ്മളെ കേൾവിക്കുന്ന ഒരു പരിധി ഉണ്ട്. ഒരു പരിധിക്ക് മുകളിലുള്ള ശബ്ദമേ കേൾക്കുള്ളൂ, ഒരു പരിധിക്ക് താഴെയുള്ള ശബ്ദമേ കേൾക്കുള്ളൂ. അത് ഒരു മിഡിൽ ക്ലാസ് ശബ്ദം മാത്രമേ മനുഷ്യൻ കേൾക്കുള്ളൂ. അത് പറ്റ താഴെയുള്ള ശബ്ദം കേൾക്കൂല, പറ്റ മുകളിലെ ശബ്ദം കേൾക്കൂല. ഒരു മിഡിൽ ക്ലാസ് ശബ്ദം മനുഷ്യൻ കേൾക്കുള്ളൂ. ശബ്ദമില്ലാത്തതുകൊണ്ടല്ല. ഇപ്പൊ ഭൂമിയുടെ ശബ്ദം മനുഷ്യൻ കേൾക്കാത്ത എന്താ? അത് അവന് കേൾക്കുന്ന പരിധിക്ക് അപ്പുറത്താണ്. അങ്ങനെയാണ്. ഞാൻ പറയട്ടെ ഒരു ഉറുമ്പ് നടക്കുമ്പോഴും അതിന് എന്തുണ്ട്? ശബ്ദം ഉണ്ടല്ലോ. അത് നമ്മൾ കേൾക്കുന്നില്ലല്ലോ. ഒരു തേരട്ട നടക്കുമ്പോൾ അതിന് ശബ്ദമില്ലേ? അത് നമ്മൾ കേൾക്കുന്നില്ലല്ലോ. എന്തുകൊണ്ട്? തേരട്ടയുടെ വർഗത്തിൽപ്പെട്ട ഒരാൾ തേരട്ടയെ മനസ്സിലാക്കണ്ടോ? കുറെ ദൂരം തന്നെ മനസ്സിലാക്കണ്ടാവും. എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ല. പാമ്പ് എഴയുമ്പോൾ അതിന് ശബ്ദം ഉണ്ടാവില്ല. നമ്മളതിനെ കൊക്കലല്ലേ കേൾക്കണുള്ളൂ. ഒരു സാധനം മണ്ണിലൂടെ എഴയുമ്പോൾ മണ്ണും അതിൻ്റെ തൊലിയും തട്ടിയൊരു ശബ്ദം ഉണ്ടാവില്ലേ? അതന്നെയല്ലേ ഇപ്പം നമ്മളെ നടത്തും. അത് അതിനേക്കാളും അശ്രദ്ധമായതുകൊണ്ടല്ലേ കേൾക്കണത്. അപ്പം അതിനേക്കാൾ നേർമയിലുള്ളൊരു ശബ്ദം ആർക്കുണ്ട്? പക്ഷെ നമ്മളെ ചെവി അതിന് സെറ്റഡ് അല്ല. അതിൻ്റെ അപ്പുറത്താണ് നമ്മൾ ചെവിയുള്ളത്. അത് നമ്മൾ കേൾക്കൂല. പാമ്പ് അടുത്തെത്തിരെ കേൾക്കുള്ളൂ. പുലി പതുങ്ങി വരികയാണെങ്കിലും ഒച്ച ഉണ്ടാവുമല്ലേ? ഒച്ച ഉണ്ടാണ്ട് അതിൻ്റെ കാല് ഭൂമി ചവിട്ടുന്നില്ലേ? അത് ചാടുന്നില്ലേ? നമ്മൾ അടുത്തിട്ട് അപ്പുറത്ത് നമ്മൾ കേൾക്കണില്ല. എന്തുകൊണ്ട്? ആ രൂപത്തിൽ നമ്മളെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കാൻ ചെവി ഒരു പരിധിക്ക് മുകളിലേ കേൾക്കൂ, ഒരു പരിധിക്ക് താഴെ കേൾക്കൂ. അപ്പൊ 2 നിലക്ക് നമ്മൾ ഈ ലോകത്തെ ശബ്ദം കേൾക്കുന്നില്ല. ഒന്ന്, മനസ്സിലായില്ലേ? പലതും ശബ്ദിക്കുമ്പോൾ നമ്മളെ അറ്റ്മോസ്ഫിയർ അങ്ങനെയാണ്. നമ്മളതിന് കൊയറ്റ് എന്ന് പറയും. കൊയറ്റല്ലത്. കൊയറ്റായ അവസ്ഥ ഈ ലോകത്തില്ലെന്ന്. നിങ്ങൾ ഇതിൻ്റെ കൂടെ ഇല്ല. സൈലൻസ് എന്നൊരു സംഗതി ഈ ലോകത്തിനല്ല. കാരണം ഇവിടെ പല ശബ്ദമുണ്ട്. എല്ലാം വൈമിന് ഷൈനില്ല യുസബ്ബിഹു വൈമിന് ഷൈനില്ല. എടോ കല്ല് തസ്ബീഹല്ലോ എങ്കിൽ കല്ല് അള്ളാഹ് ഉണ്ടെങ്കിൽ ഈ കിതാബ് അള്ളാഹ് എന്ന് അറിയണ്ടാവില്ലേ? സയ്യിദി അബുൽ അബ്ബാസ് അഹ്മദ് ബിൻ മുഹമ്മദ് തിജാനി റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്ക് ഈ അടുത്ത ദിവസം ഞാൻ കിതാബ് നോക്കിയപ്പോൾ കണ്ടു. ഞാൻ അതൈത്തുൽ മീലാദ് ഫഅർജിഉ മിൻ അന്നി സമിഅതു സൗത്തുൽ മാഇ അല്ലാഹ് എന്ന് പറഞ്ഞിട്ട് പറയുന്ന കേൾക്കുന്നിട്ട് ഞാൻ കുളത്തിൽ നിന്ന് തിരിച്ചു പോന്നു. എനിക്ക് അതിനെ ബുദ്ധിമുട്ടിക്കാൻ തോന്നിയില്ല, തിരിഞ്ഞില്ല. കുളത്തിലേക്ക് ഒതു കൊടുക്കാൻ പോയി ഞാൻ. പക്ഷേ ഉണർന്ന് കേൾക്കി. തിജാനി തങ്ങൾ പറഞ്ഞ വാക്കാണ്, അഹമ്മദ് തിജാനി തങ്ങൾ പറഞ്ഞ വാക്കാണ്. ഞാൻ കുളത്തിലേക്ക് പോയി. എന്തിന്? ഒതു കൊടുക്കാൻ. പക്ഷേ ഒതു കൊടുക്കാൻ കഴിഞ്ഞില്ല. കാരണം അവിടെ ചെന്ന് നോക്കും വെള്ളം എന്ത് പറയാണ്? അല്ലാ. പിന്നെ അതിനെ ബുദ്ധിമുട്ടിക്കാൻ എനിക്ക് തോന്നിയില്ല. ഞാൻ തിരിച്ചു വന്നു. പല്ലവട്ടം പോയിട്ട് ഞാൻ മടിച്ചു ഒതു കൊടുത്ത്. കാരണം വെള്ളം പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. എന്ത്? അല്ലാ അവർ കേൾക്കും, നമ്മൾ കേൾക്കൂല. ക്വയറ്റായ ഒരവസ്ഥ ഈ ലോകത്ത് ഇല്ല. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് പറയാത്ത ഒന്നും ഈ ലോകത്തില്ല. ഒന്നുമില്ല.
വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും, അവയുടെ തസ്ബീഹ് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഫഖീഹ് അറിവുള്ളവൻ, നിങ്ങൾക്ക് അറിയുന്നില്ല. ലാ തഫ്ഖഹൂന, നിങ്ങൾക്ക് അറിയുന്നില്ല. തസ്ബീഹഹും, അവയുടെ തസ്ബീഹ് നിങ്ങൾ അറിയുന്നില്ല. അത്രയേ ഉള്ളൂ. അറിയുന്നവർക്ക് അറിയും, അവർക്ക് പേടിയാണ്. വളരെ ചിന്തിക്കണം. ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കണം. ഈ ലോകത്ത് അള്ളാഹുവിനെ ബോധമില്ലാത്ത ഒരു വർക്കം. ഇപ്പം ഞാൻ നിങ്ങളോട് ചിന്തിക്കി, ഒരു നായ, ആ നായ എന്ത് ചെയ്തു? ആ നായയുടെ തോട്ടക്കാരൻ 6 ആളോട് കൂടെ, എന്നാണ് പ്രധാന അഭിപ്രായം, പോയപ്പോൾ ഈ നായ കൂടെ പോയി. അവിടെ തഫ്സീറുകൾ കാണാം. എന്ത്? ഫറമൗഹു, അപ്പോൾ അവര് നായ അവർക്ക് ആവശ്യമില്ല, തോട്ടക്കാരനും ആവശ്യമില്ല, ഒപ്പമുള്ളവർക്ക് ആവശ്യമില്ല, നായെ. ഫറമൗഹു, അപ്പോൾ അവർ നായെ എറിഞ്ഞോടിച്ചു. യുരീദൂന അയ്യത്റുദു അൻഹു, മനസ്സിലായി? അയ്യത്റുദു അൻഹും, അതിനെ തൊട്ട് ആ നായ അവരെ തൊട്ട് ദൂരെയാകാൻ വേണ്ടിയിട്ട് അവനെ എറിഞ്ഞു. പക്ഷേ ഫമാദഹബ ഫബരിഹ യത്തബിഉ ഖുതുവഹു, അവരുടെ ചവിട്ടുകളികൾ പിൻപറ്റിക്കൊണ്ട് നായ പിന്നെ വന്നു. എത്ര ഏറുകൊണ്ടിടും നായ പോയില്ല. ഫഖാമ അലാ റിജ്ലൈഹി, അവസാനം ഈ ഏറ് കൊണ്ടപ്പോൾ നായ തൻ്റെ 2 കാലുകളിലും ഉയർന്നു നിന്നിട്ട് പറഞ്ഞു, മാ ഉഖല്ലിക്കും, ഞങ്ങൾ ഒഴിവാക്കില്ല, ഇന്നി ഉഹിബ്ബു അഹിബ്ബ അല്ലാഹ്, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരൊക്കെ എനിക്കിഷ്ടമാണ്. എങ്ങനെയുണ്ട്? എന്നിട്ട് ആ നായ എന്ത് ചെയ്തു? ഈ ഗുഹയുടെ പുറത്ത് കിടന്നു, കാല് നീട്ടിക്കിടന്നു. ഒരു നായയുടെ പരമാവധി ആയുസ് 20 കൊല്ലം. ഈ നായ എത്ര കൊല്ലം മരിച്ചില്ല? ആ പ്ലാറ്റ്ഫോമിൽ കാല് നീട്ടിയിട്ട് നായ അവിടെ കിടന്നു. ആ ഭാഗത്തൊക്കെ ഒരാൾ വന്നാൽ ഓടി രക്ഷപ്പെടും. കാരണം അത്ര ഹൈബത്തുള്ള നായണീ നായ. നായനെ കണ്ട പുലിയാന്ന് പേടിച്ചു പോയി, ഓട്ടം കേൾക്കണ നായ. ആരെങ്കിലും ആ ഭാഗത്തേക്ക് എന്നാ അവൻ്റെ ഹൃദയം മുഴുവൻ പേടി നിറയും. കാരണം ആജാതി നായാണ് അവിടെ കിടക്കുന്നത്, സിംഹം പോലത്തെ നായ, പായുലെ മനുഷ്യൻ. ഈ നായ എത്ര കൊല്ലം? ഫകാന നൗമുഹു വയഖ്ലതുഹു മിസ്ലഹു, അവരെപ്പോൾ തന്നെ ഇരുന്ന് ഉറക്കവും ഉണർച്ചയൊക്കെ. അവർ ഉറക്കിയപ്പോൾ നായ ഉറങ്ങി, അവരെണീറ്റപ്പോൾ നായ എണീറ്റു. അവര് അവര് ഇടത്തോട്ടും വലത്തോട്ടും ചെരിഞ്ഞ് അങ്ങനെ കടന്നു. നായോ അത് കാല് നീട്ടി അങ്ങനെ അത് കടന്നു. അത് 309 കൊല്ലം അനിങ്ങനെ ഇതോ മറ്റേ മനസ്സിലായില്ല. വലഭാഗത്തേക്കും ഇടഭാഗത്തേക്കും തിരിഞ്ഞും മറിഞ്ഞും ഞാൻ നമ്മളെ മറിച്ചുകൊണ്ടേയിരുന്നു. അതായത് മനുഷ്യന്മാരെന്ത് ചെയ്യും? ഒന്ന് ഇങ്ങനെ നടക്കും, പിന്നെ ഒന്ന് അങ്ങോട്ട് നടക്കും, പിന്നെ ഇങ്ങോട്ട് നടക്കും, പിന്നെ അങ്ങോട്ട് നടക്കും, പിന്നെ അങ്ങോട്ട് നടക്കും, പിന്നെ ഇങ്ങോട്ട് നടക്കും, പിന്നെ അങ്ങോട്ട് നടക്കും, പിന്നെ ഇങ്ങോട്ട് നടക്കും. മനുഷ്യന്മാർ ചെരിഞ്ഞ് ഒന്ന് വലത്തോട്ട് തിരിയും, ഒന്ന് ഇടത്തോട്ട് തിരിയും. വകിൽബുഹും, അവരുടെ നായോ ബാസിത്തും ദിറാഇഹി, അതിൻ്റെ ആ മുഴങ്കൈ അവിടെ നീട്ടിയത് കടന്നു. അങ്ങനെ കടന്നു. നായക്ക് ഇങ്ങനെ തിരിമറിയുന്ന കളിയില്ല. ചിലപ്പോൾ വെയിലുള്ളുമ്പോൾ കളിക്കാൻ വേണ്ടി നായകൾ അങ്ങനെ കാട്ടും. നായക്കൊറ്റ കടത്തിയുള്ളൂ. പിന്നെയോ മനസ്സിലായില്ല? തല മാത്രം തിരിക്കും, എന്തിരിക്കൂല, അവിടെ ഇരിക്കൂല. അവരോ നായ അവര് വലഭാഗത്തേക്കും ഇടഭാഗത്തേക്കും തിരിഞ്ഞും മറിഞ്ഞും കടന്നുകൊണ്ടേയിരുന്നു. അവരുടെ നായോ
ബാസിത്തു നിറായിഹി, എന്റെ മുഴങ്കൈ നീട്ടിയട കടന്നു. എത്ര കൊല്ലം? 309 കൊല്ലം. ചില ആളുകൾ പറഞ്ഞു അവരെ ഭൂമിയിൽ തന്നെ അവര് ഇടക്കിടക്ക് തിരിയും മറിയും ചെയ്തത് ചെതൽ നോക്കാൻ വേണ്ടിയിട്ടാണ്. അന്തംഗമ്യാള് എടാ ഇവരെ ചെതലൊന്നും അവരിയാക്കളല്ലേ. അപ്പം നായക്ക് തിരിഞ്ഞു മറിഞ്ഞിട്ട് തിരിഞ്ഞിട്ടില്ല. എന്നൊക്കെ പറഞ്ഞത് തല കൊടുത്ത് ചിന്തിക്കിട്ടു. അതായത് ഇവര് അങ്ങോട്ടും കൊണ്ട് മാറിയും മറിഞ്ഞും കടന്നു. അതിനെപ്പറ്റി ചില ആളുകൾ പറഞ്ഞു എന്ത്, അത് അവരെ ചെതല് നിന്നാതിരിക്കാനാണ്. ഇതങ്ങനെ കടന്ന് അങ്ങനെ കിടക്കല്ലേ, ചിലപ്പോൾ ചെതലിന്നാലോ. ചില അന്തംഗമ്യാൾ അങ്ങനെ പറഞ്ഞു. എന്നാൽ ഇവര് തെരിഞ്ഞും മറിഞ്ഞും കടന്ന് ചെതലിന്നാക്കാനല്ല. എന്തിനാണ്? അള്ളാന്ന് അറിയാൻ. ഒരാൾ ഇങ്ങോട്ട് പറയുമ്പോൾ രാവിലെ വലാഖുവത്ത ബില്ലാ, അപ്പൊ മറ്റേ ആൾ ഇങ്ങോട്ട് പറയും. അപ്പൊ മുറിയാകെ ഗുഹയാകെ എന്താണ് ഒച്ച? അല്ലാ. നായന്റെ തസ്ബീഹ് നടക്കുന്നുണ്ട്. നായക്ക് തസ്ബീഹ് ഇങ്ങനെയാണ്. അതിനെ മനസ്സിലായില്ല. അപ്പൊ ചതിനെന്നാണെങ്കിൽ ആദ്യം തിന്നണ്ട നായനല്ലേ. മിനായി തിന്നോ നായല്ലേ. ഒരു വാക്ക് പറയുമ്പോ അതിന്റെ അപ്പുറത്തേക്ക് ആലോചിക്കൂല ഈ അന്തംഗമ്യാള്. തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്ന അവസ്ഥ ആർക്കില്ലെന്നെ, നായക്കില്ല. അങ്ങനെ കിടന്നു നായ. എത്ര കൊല്ലം? 309ാമത്തെ കൊല്ലം ഒരാള് വന്ന് കണ്ടാലും പായും. കാരണം വിത്തലാത്താലെയും, കാരണം ആജാതി നായനാണ് കിടക്കുന്നത്. നായ ഇടക്കിടക്ക് ചത്തിട്ടില്ല എന്ന് മനസ്സിലാവും. ഇടക്കിടക്ക് നായ എന്ത് ചെയ്യുന്നുണ്ട്? തലയിരിക്കുന്നുണ്ട്. എന്തേന് കാരണം? ഇത് അള്ളാന്റെ ആളാണ്. അള്ളാനെ പറ്റി എന്നല്ലേ പറയാ? മുഖല്ലലായ നജസാണ് ആര്? നായ. ആ നായ മഹ്മൂദാണ്, സ്തുതിക്കപ്പെടേണ്ട ആളാ ഖുർആനിൽ. കാരണം അതിനെന്തുണ്ട്? ദിക്റുണ്ട്, അള്ളാന്നുള്ള ദിക്റുണ്ട്. ബോധമുണ്ട്, സംസാരമുണ്ട്. അല്ലാ വളരെ ചിന്തിക്കണം. ചിന്തിക്കാന്ന് പറഞ്ഞ ചെറിയ ചിന്ത പോലെ. അങ്ങനത്തെ ചില വിഷയങ്ങളാണ് ഇന്നും നാളെ ഞങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. വളരെ നമുക്കതിൽ പഠിക്കാം. വലിയ പഠനം, ചെറിയ പഠനമല്ല. ഏതൊരു ജീവിയാണെങ്കിലും ആ ജീവിക്ക് അല്ലാഹു, ജീവി ആയാലും ജീവിയല്ല, വെള്ളം, പച്ചവെള്ളം. ശൈഖി വ സയ്യിദി വമുറബ്ബി വമുർഷിദി സയ്യിദി അബുൽ അബ്ബാസ് അഹ്മദ് ബിൻ മുഹമ്മദ് തിജാനി അറിയാം, തങ്ങൾ പറഞ്ഞു, ഞാൻ വെള്ളത്തിൽ ചെന്ന് കുളത്തിൽ പോയി ഓതു കൊടുക്കാതെ തിരിച്ചു പോയ സമയങ്ങൾ എത്രയാണ്. എന്തുകൊണ്ട്? സമിഅതു മിനൽ മാ യഖൂലു അല്ലാഹ് 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 അങ്ങനെ പറയാം. തുസബ്ബിഹു ലഹു സമാവാതു സബ്ഉ വൽ അർളു വമൻ ഫീഹിന്ന എന്ന ആയത്തിന് ഞാൻ തഫ്സീർ നസഫിയ. ഈ ആയത്തിന് ബഹുമാനപ്പെട്ട സൂറത്തുൽ ഇസ്രായിലെ 44ാമത്തെ ആയത്താണ്. ഏത്? തുസബ്ബിഹു ലഹു സമാവാതു സബ്ഉ വൽ അർളു. 7 ആകാശം തസ്ബീഹ് ചെയ്യുന്നുണ്ട്. വൽ അർളു ഭൂമിയും. വമൻ ഫീഹിന്ന അതിലുള്ളവയെല്ലാം. വഇൻ മിൻ ഷൈഇൻ ഒരു വസ്തുമില്ല ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹു. ഈ ആയത്തിന് വ്യാഖ്യാനം ബഹുമാനപ്പെട്ട ഇമാം നസഫി തങ്ങൾ, അല്ലിമാം അബ്ദുല്ലാഹിബിൻ അഹ്മദ് നസഫി റളിയോ ഉറക്കപ്പറ അബ്ദുല്ലാഹിബിൻ അഹ്മദ് നസഫി റളിയോ 710 അവരുടെ വഫാത്ത്. ഹിജ്റ 710 വഫാത്ത്. ഒരു വഫാത്തായിട്ട് തന്നെ 10-800 കൊല്ലത്തിനടുത്തായി. അവർ പറയാണ് എന്ത്? ഈ ആയത്തിന് വ്യാഖ്യാനം അവർ പറയാ, വഇൻ മിൻ ഷൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി യഖൂലു സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാ പ്രാണികളും, മിണ്ടാപ്രാണിയും, കല്ലും എല്ലാം മരവും ഒക്കെ എന്ത് പറയുന്നുണ്ട്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി. അനിസുദി, ഇമാം സുദീനെ തൊട്ടുള്ള ഒരു റിപ്പോർട്ട്. ഖാല റസൂലുള്ളാഹി, ഹബീബ റസൂൽ പറഞ്ഞു, മസ്തീദ ഹൂത്തുൻ ഫിൽ ബഹരി, സമുദ്രത്തിലെ ഒരു മത്സ്യവും വേട്ടയാടപ്പെടുകയില്ല. വലാ ത്വാഇറുൻ യതീറു, പറക്കുന്ന ഒരു പറവയും വേട്ടയാടപ്പെടുകയില്ല. ഇല്ലാ ബിമാ യളിഉ മിൻ തസ്ബീഹില്ലാഹി തആല, അല്ലാഹു തആലാന്റെ ഒരു തസ്ബീഹ് അന്ന് അത് നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാവും. അല്ലാതെ ബെനിച്ചിട്ടു
എന്താ നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. എന്താ പറഞ്ഞേ സുദീനെ തൊട്ടാണ് ഈ റിപ്പോർട്ട് ഉദ്ധരിക്കുന്നത്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാ ബിൻ അഹ്മദ് നസഫി തങ്ങളുടെ ലോകപ്രശസ്തമായ അഹ്ലുസുന്നയുടെ കിതാബുകൾപ്പെട്ടതാണല്ലോ എന്ത് തഫ്സീർ നസഫി. അഹ്ലുസുന്നയുടെ ഇമാമിയങ്ങൾ പിൽക്കാല മുത്തഅഖിരീങ്ങളായ അയിമ്മത്തിൽപ്പെട്ട ഒരാളാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാ ബിൻ അഹ്മദ് നസഫി തങ്ങൾ. തഫ്സീർ നസഫിയാണിത്. ഇതിൻ്റെ രണ്ടാം വള്ളി. ബഹുമാനപ്പെട്ട സൂറത്തുൽ ഇസ്രാഇന്റെ വ്യാഖ്യാനം പറയാം. ഇസ്രാഇന്റെ 44-ാമത്തെ ആയത്തിന് അവർ വ്യാഖ്യാനം പറഞ്ഞുകൊണ്ട് പറയാണ്, എന്ത് ഈ ലോകത്തൊരു വസ്തു സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറയാത്തൊരു വസ്തു ഈ ലോകത്ത് ഇല്ല. സദാ പറയും, സദാ. സുദീനെ പറ്റി ഒരു റിപ്പോർട്ടുണ്ട് റളിയല്ലാഹു അൻഹു ഖാല, അവര് ഹബീബായ റസൂലുള്ളാഹിന്റെ ഹദീസ് ധരിച്ചിട്ടുണ്ട്. ഇമാം സുദീ റളിയല്ലാഹു അൻഹു. എന്താണ് ഹദീസ്? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ള പറഞ്ഞു, മസ്തൈദതു ഹൂതുൻ, ഒരു മത്സ്യവും വേട്ടയാടപ്പെട്ടിട്ടില്ല. ഫിൽ ബഹരി, പറ സമുദ്രത്തിലുള്ള ഒരു മത്സ്യവും വേട്ടയാടപ്പെട്ടിട്ടില്ല. വലാ ത്വായിറുൻ, ഒരു പക്ഷിയും യതീറു, പറക്കുന്ന ഒരു പക്ഷിയും വേട്ടയാടപ്പെട്ടിട്ടില്ല. ഇല്ലാ ബിമാ യളിയു, അത് പാഴായി കളഞ്ഞിട്ടല്ലാതെ മിൻ തസ്ബീഹില്ലാഹി തആല, അല്ലാഹു തആലാന്റെ തസ്ബീഹ് അന്നത് ഒഴിവാക്കിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഒരാളെയും പിടിച്ചൊന്നുമില്ല.